പ്രിയപ്പെട്ടവരെ, ഞാൻ സാംകുട്ടി ചാക്കോ, നിലമ്പൂർ. ചില വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രസിദ്ധീകരിച്ചു. നിങ്ങളത് കണ്ടു. ധാരാളം ആളുകൾ എന്നെ വിളിക്കുകയും പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്തു. പ്രതികരണങ്ങൾ അറിയിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. കമന്റ് ബോക്സിലുള്ള എല്ലാ പ്രതികരണങ്ങൾക്കും അപ്പോൾ തന്നെ മറുപടി നൽകുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ പ്രസക്തമായ ചില ചോദ്യങ്ങൾ, ചില പ്രതികരണങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനൊക്കെ മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാധിക്കുമെങ്കിൽ ചെറിയ വീഡിയോകളിലൂടെ അത്തരം കാര്യങ്ങൾക്ക്, പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു പ്രതികരണം ഇപ്രകാരമാണ്. പാസ്റ്റർ ടിനു ജോർജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പാസ്റ്റർ ടിനു ജോർജിനെ ഒരു അഭിഷിക്തനാണെന്ന് വിശേഷിപ്പിച്ചു. അഭിഷിക്തൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ചില സ്നേഹിതർ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യം, അങ്ങനെ ഒരാളെ അഭിഷിക്തൻ എന്ന് പറയുവാൻ സാധിക്കുമോ? അങ്ങനെ പറയുന്നത് തെറ്റല്ലേ? വേദപുസ്തക പ്രകാരം അഭിഷിക്തന്മാരുണ്ടോ? പ്രത്യേകിച്ച് പുതിയ നിയമസഭയിൽ ഒരാളെ അഭിഷിക്തൻ എന്ന് പറയുവാൻ സാധിക്കുമോ? എന്താണ് അഭിഷേകം? എങ്ങനെയാണ് അഭിഷേകം ചെയ്യുന്നത്? അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തൈലം എന്താണ്? അങ്ങനെ അഭിഷേകത്തിനുള്ള തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പഴയ നിയമത്തിൽ പറയുന്ന അഭിഷേകവും പുതിയ നിയമത്തിലുള്ള അഭിഷേകവും ഒന്നാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ കാര്യത്തിൽ ഉയർന്നു വന്നു. പ്രതികരണങ്ങൾ കേട്ടപ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ച് ചെറിയൊരു പഠനം നടത്തണമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ആ വിഷയം സംബന്ധിച്ച് ചില പഠനങ്ങൾ നടത്തുകയും ചില ദൈവദാസന്മാരുമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. എന്താണ് അഭിഷേകം? വേദപുസ്തകം പറയുന്ന അഭിഷേകം എന്താണ്? പഴയ നിയമത്തിലെ അഭിഷേകം എന്താണ്? പുതിയ നിയമത്തിലെ അഭിഷേകം എന്താണ്? ഒരാളെ അഭിഷിക്തൻ എന്ന് വിളിക്കുവാൻ സാധിക്കുമോ? അഭിഷേകം എന്ന വാക്ക് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് യാക്കോബ് ഒരു കല്ലിനെ അഭിഷേകം ചെയ്യുമ്പോഴാണ്. എണ്ണ അതിന്മേൽ ഒഴിച്ച് അഭിഷേകം ചെയ്തു. രണ്ടാമത് നമ്മൾ കാണുന്നത് മോശ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെ അഭിഷേകം ചെയ്തു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായ പദ്ധതിക്ക് വേണ്ടി, പ്രത്യേകമായ ആവശ്യത്തിന് വേണ്ടി ചില വസ്തുക്കളെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു എന്ന് കാണുന്നുണ്ട്, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തു എന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് പഴയ നിയമത്തിൽ അഭിഷേകം എന്ന വാക്ക് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകമായ ദൈവിക നിയോഗത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി, സവിശേഷമായ ഒരു കാര്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയെ അഭിഷേക തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യുന്ന രീതിയാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. ദാവീദ് രാജാവിനെ ശമൂവേൽ പ്രവാചകൻ പോയി അഭിഷേകം ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു പ്രധാന പ്രസംഗ വിഷയമായതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നില്ല. നമുക്ക് ആ കാര്യം പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. എന്നാൽ ഇങ്ങനെ അഭിഷേകം എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നിരന്തരമായി ഉപയോഗിക്കുകയും പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് അത് തുടർമാനമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ മാത്രമാണ് അഭിഷിക്തൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ നമ്മുടെ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാരൊക്കെ നമ്മുടെ പൊതുവേദികളിൽ പലപ്പോഴും ദൈവദാസന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ ഈ അഭിഷിക്തൻ എന്ന് പറയാറുണ്ട്. അഭിഷിക്തൻ എന്ന വാക്ക് നിരന്തരമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അങ്ങനെ അത് പറയാമോ എന്നുള്ളതാണ് സംശയം. ഞാൻ തന്നെ ഉപയോഗിച്ച് പരിചയിച്ചതുകൊണ്ട് ഞാനും ടിനു ജോർജിനെ അഭിഷിക്തൻ എന്ന് ഉപയോഗിച്ചു. അങ്ങനെ അഭിഷിക്തൻ എന്ന ഒരു വ്യക്തിയെ വിളിക്കുവാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംശയം. പഴയ നിയമത്തിൽ ഒരാളെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു ഓയിൽ, പ്രത്യേകമായ ഒരു തൈലം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ ഭയന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ കയ്യിൽ കരുതിയിരുന്ന ഒലിവെണ്ണയായിരിക്കാം താൻ കിടന്നുറങ്ങിയപ്പോൾ തലയണയായി വെച്ച കല്ലിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ മോശയുടെ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ യഹോവ കൽപ്പിച്ചതനുസരിച്ച് കൃത്യമായ അളവിൽ ഉണ്ടാക്കിയ തൈലം തന്നെയാണ് അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായി വായിക്കുന്നുണ്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴനത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കേണം. ഇതാണ് തൈലമുണ്ടാക്കുന്നതിന് യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പന. ഇതനുസരിച്ചാണ് അവർ തൈലമുണ്ടാക്കുകയും ആലയത്തിലെ ഉപകരണങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്തത്. ഈ തൈലം മനുഷ്യന്റെ ദേഹത്ത് പുരട്ടരുതെന്നും ഇത് അന്യർക്ക് നൽകരുതെന്നും കൃത്യമായ കൽപ്പന കൂടെ ഈ കൂട്ടത്തിലുണ്ട്.
എന്നാൽ കാലങ്ങൾ മാറിയപ്പോൾ രാജാക്കന്മാരുടെ മേലും പ്രവാചകന്മാരുടെ മേലും പുരോഹിതന്മാരുടെ മേലും ഒക്കെ അഭിഷേക തൈലം ഒഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അഹരോന്റെ താടിയിലേക്ക് അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് വരെ ഒഴുകിയെത്തുന്ന അഭിഷേക തൈലത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിന്റെ ഭാഗമായിരുന്നു അഭിഷേകം ചെയ്യുക എന്നുള്ളത്. അഭിഷിക്തൻ എന്ന വാക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്ന 2 ഭാഗങ്ങളിൽ അഭിഷിക്തൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് 2-ാം സങ്കീർത്തനത്തിലും ദാനിയേലിന്റെ പ്രവചനത്തിലുമാണ്. 2-ാം സങ്കീർത്തനത്തിൽ യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനത്തിൽ 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറയുന്നു. ഇത് രണ്ടും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഉള്ള പ്രവചന ഭാഗങ്ങളായിട്ടാണ് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു തന്നെ താൻ അഭിഷിക്തനാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമുണ്ട്. അത് യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിലെ ഒരു ഭാഗമാണ്. ആ ഭാഗം യേശുക്രിസ്തു നസറേത്തിലെ പള്ളിയിൽ വെച്ച് വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത്രയും വായിച്ച ശേഷം ബാക്കി തുടർന്ന് വായിക്കാതെ യേശുക്രിസ്തു അവിടെ വെച്ച് പുസ്തകം അടച്ചിട്ട് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് യേശുക്രിസ്തു താൻ തന്നെയാണ് അഭിഷിക്തനെന്ന് വെളിപ്പെടുത്തുന്ന ഭാഗമായിട്ട് നമുക്കിതിനെ വിശദീകരിക്കുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അഭിഷേകത്തെക്കുറിച്ച് കാണുന്നില്ല. പൊതുവായി നമ്മൾ പറയുന്നത് അഭിഷിക്തൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ പറയുന്നതിൽ ഒരു അപകടവുമില്ല, ഒരാളെ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ അവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിത വർഗമാണ്. ഒപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച എല്ലാ വിശ്വാസികളും അഭിഷിക്തന്മാരാണ്. ഓർക്കുക, പുതിയ നിയമസഭയിൽ ഓരോ വ്യക്തിക്കും, ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിക്കും പ്രത്യേകമായ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അഭിഷേകം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഏത് വിശ്വാസിക്കാണെങ്കിലും, അത് സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, ഏത് വർഗത്തിൽ ഏത് വംശത്തിൽപ്പെട്ട ആളാണെങ്കിലും, വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, അവന് ക്രിസ്തുവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അവൻ ജീവിക്കുന്നത്രയും കാലം അവന് ഒരു ദൗത്യം സഭയുമായി ബന്ധപ്പെട്ട് ചെയ്യുവാനുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ വ്യക്തിയെയും നിറച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ എല്ലാവരെയും അഭിഷിക്തൻ എന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ ശുശ്രൂഷകളിൽ ഏതെങ്കിലും കൃപാവരങ്ങൾ പ്രാപിച്ച് കൃപാവരങ്ങൾ ലഭിച്ച് ശുശ്രൂഷകൾ നടത്തുന്നവരോ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരോ ആയിട്ടുള്ള ആളുകളെ മാത്രം അഭിഷിക്തൻ എന്ന് വിശേഷിപ്പിക്കുവാൻ വേദപുസ്തകത്തിൽ ഒരു പ്രമാണവുമില്ല. പുതിയ നിയമത്തിൽ ഒരു പ്രമാണവും അങ്ങനെ കാണുന്നില്ല. പുതിയ നിയമപ്രകാരം എല്ലാ വ്യക്തികളും, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച എല്ലാ വ്യക്തികളും അഭിഷിക്തന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവദാസന്മാരെ, പ്രസംഗകരെ, ശുശ്രൂഷകന്മാരെ ഒക്കെ അഭിഷിക്തൻ എന്ന് വിളിച്ച് നമ്മൾ സംബോധന ചെയ്യുമ്പോൾ അതിനകത്ത് അവർക്ക് എന്തെങ്കിലും അധികാരം ഉള്ളതുകൊണ്ടോ, അവർക്ക് എന്തെങ്കിലും പദവികൾ ഉള്ളതുകൊണ്ടോ, അവർക്ക് എന്തെങ്കിലും കൃപാവരം ഉള്ളതുകൊണ്ടോ അല്ല അവരെ അഭിഷിക്തന്മാരെന്ന് വിളിക്കേണ്ടത്. അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച നമ്മളെ പോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന, ആത്മാവിന്റെ നിറവിലുള്ള ജീവിതം നയിക്കുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കണം അവരെ അഭിഷിക്തൻ എന്ന് വിളിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പുതിയ നിയമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഭിഷേക തൈലം പഴയ നിയമത്തിലായിരുന്നു, പുതിയ നിയമത്തിൽ അങ്ങനെ അഭിഷേക തൈലമില്ല. എന്നാൽ ഇന്നും അനോയിന്റിങ് ഓയിലുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിന്റെ പിന്തുടർച്ചയായി ഇവിടുത്തെ പൗരോഹിത്യ സഭകൾ, പട്ടത്വ സഭകൾ അവരുടെ പൗരോഹിത്യം നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൂറോൻ തൈലം ഉപയോഗിക്കുന്നു. ഈ മൂറോൻ
മൂറോൻ തൈലം എന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകത്തിൽ വായിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച് ഒലിവെണ്ണ ചേർത്തുണ്ടാക്കുന്ന ഒരു തൈലം എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ അതൊരു രഹസ്യ കൂട്ടിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പവിത്രമായി അവരുണ്ടാക്കുന്ന ഈ മൂറോൻ തൈലത്തിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളിക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരസ്യമായി വെളിപ്പെടുത്താറില്ല. എങ്കിലും ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സുഗന്ധ വസ്തുക്കളും, ഈവൻ നമ്മുടെ കുരുമുളക് മുതലുള്ള എല്ലാ വസ്തുക്കളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ള ഈ വസ്തുക്കളെല്ലാം കൂടെ ചേർത്ത് തിളപ്പിച്ച് കുറുക്കി അതിനകത്ത് ഒലിവെണ്ണയും ചേർത്താണ് ഈ മൂറോൻ തൈലം ഉണ്ടാക്കുന്നത്. അത് വളരെ പവിത്രമായിട്ട് കരുതുന്നു. ഇനി മാത്രവുമല്ല, ഈ മൂറോൻ തൈലം ഉണ്ടാക്കുമ്പോൾ മുൻപ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആ മൂറോൻ തൈലത്തിന്റെ പകർച്ച കൂടെ പുതുതായി ഉണ്ടാക്കുന്ന തൈലത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയ്ക്ക് ഈ മൂറോൻ തൈലത്തിന്റെ അഭിഷേകം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പാരമ്പര്യമായി ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൂറോൻ തൈലത്തിന്റെ ഒരംശമെങ്കിലും പുതുതായി ഉണ്ടാക്കുന്ന മൂറോൻ തൈലത്തിലേക്ക് ചേർത്താണ് പുതിയ തൈലം നിർമ്മിക്കുന്നത്. അത് വലിയൊരു പ്രോസസ്സാണ്. വളരെ ഭക്തിയോടെ ആദരവോടെ ചെയ്യുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ മൂറോൻ തൈലം ഉണ്ടാക്കിയെടുക്കുന്നത്. പലപ്പോഴും അതിനുവേണ്ടി പുരോഹിതന്മാർ 40 ദിവസം ഉപവാസം എടുക്കുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മാർത്തോമാ സഭയ്ക്ക് തൊഴിയൂർ സഭയുടെ മൂറോൻ തൈലമാണ് കൊണ്ടുവന്ന് അവരെ അഭിഷേകം ചെയ്യുന്നത്. പിന്നീടാണ് മാർത്തോമാ സഭ സ്വന്തമായി മൂറോൻ തൈലം ഉണ്ടാക്കിയെടുക്കുന്നത്. സമീപകാലത്ത് ഉണ്ടായ ബിലീവേഴ്സ് ചർച്ച് ഡോക്ടർ KP യോഹന്നാന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ബിലീവേഴ്സ് ചർച്ച് പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ പൗരോഹിത്യ രീതിയിലേക്ക് പട്ടത്വ സഭയായി മാറ്റപ്പെട്ടപ്പോൾ അവർക്ക് മൂറോൻ തൈലം അനിവാര്യമായിരുന്നു. ഒരു ഇവാഞ്ചലിക്കൽ ചർച്ചായിരുന്ന ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പസിയിലേക്ക് പോയപ്പോൾ അവർക്ക് മൂറോൻ തൈലം ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു. അതിനുവേണ്ടി അവർ യാക്കോബായ സഭയെ അപ്രോച്ച് ചെയ്യുകയും സമീപകാലത്ത് കാലം ചെയ്ത ബാവായുടെ കയ്യിൽ നിന്ന് മൂറോൻ തൈലം കൊണ്ടുവന്ന് അവർ പുതിയ മൂറോൻ തൈലം ഇവിടെ ഉണ്ടാക്കുകയും ബാവായുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന മൂറോൻ തൈലത്തിന്റെ പകർച്ച ഇതിലേക്ക് ചേർക്കുകയും ചെയ്താണ് അത് വിശുദ്ധീകരിച്ചത് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ മൂറോൻ തൈലമാണ് ബിലീവേഴ്സ് ചർച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പട്ടത്വ സഭകളുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി പുതിയ നിയമസഭ അല്ലെങ്കിൽ പെന്തക്കോസ് സഭകൾ, വേർപെട്ട സഭകൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഭിഷിക്തൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നാൽ ഇവിടുത്തെ പെന്തക്കോസ് സഭകളിലും പാസ്റ്റേഴ്സിനെ നിയമിക്കാറുണ്ട്. കൈവെപ്പ് കൊടുക്കുക എന്നാണ് അതിന് പറയുന്നത്. അത് ഒരിക്കലും ഒരു പിന്തുടർച്ച അവകാശമായല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി യാത്ര പോകുന്ന ചിലരെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രത്യേകം കൈവച്ച് നിയോഗിച്ചാക്കുന്ന ഒരു ശുശ്രൂഷ കാണുന്നുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് പെന്തക്കോസ്ത് സഭകളിൽ ശുശ്രൂഷകന്മാർക്ക് ഓർഡിനേഷൻ കൊടുക്കുന്നത്. അതൊരിക്കലും പാരമ്പര്യമായ ഒരു കൈവെപ്പിന്റെയോ പാരമ്പര്യമായ ഒരു തൈലാഭിഷേകത്തിന്റെയോ ഭാഗമായിട്ടല്ല. അത് ദൈവവചനപ്രകാരമുള്ള ഒരു ഉപദേശമായാണ് ഓർഡിനേഷൻ നൽകുന്നത്. അങ്ങനെ ഓർഡിനേഷൻ നൽകുന്നത് പോലും ഒരു സഭയുടെ ചിട്ടയ്ക്കും ക്രമീകരണത്തിനും വേണ്ടിയുള്ള ശുശ്രൂഷാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നതിനപ്പുറം അതിനൊരു പാരമ്പര്യവും അവകാശപ്പെടുവാൻ നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ തൈല ലേപനത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ രോഗിയായാൽ മൂപ്പന്മാർ പോയി തൈലം തേച്ച് അല്ലെങ്കിൽ എണ്ണ തേച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം തൈലം തേക്കുന്നത് അല്ലെങ്കിൽ എണ്ണ തേക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്, രോഗസൗഖ്യത്തിനു വേണ്ടി. അതിനപ്പുറത്തുള്ള ഒരു അനോയിന്റിങ് ഓയിലും ഉപയോഗിക്കുവാൻ പുതിയ നിയമത്തിൽ പ്രമാണമില്ല. ഇത് പറയുമ്പോൾ ഈ സമീപകാലത്തുണ്ടായ ഒരു സംഭവം കൂടെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർത്തിയാകത്തില്ല. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ വത്സൻ എബ്രഹാമും ജനറൽ സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ സാം ജോർജും ചേർന്ന് IPCയുടെ അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള യോങ്കേഴ്സിലെ സഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ ജോസഫ് വില്യംസിനെ അഭിഷേകം ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണുക. God anointed Moses. As thy days, so shall thy strength be, that he was strong all the days of his life, and his eyesight was strong until the day the Lord took him. That means he was full of insight. So I felt that we need to anoint
Pastor Joseph Williams with the oil, symbolic of the Holy Spirit. There's no magic in the oil, but it is symbolic of the Holy Spirit. And the Lord has taught us to anoint people with oil. The kings were anointed, the prophets were anointed, the priests were anointed. At every point of consecration, we need anointing. So we're going to pray initially for him and pray for all of us that we would dedicate ourselves afresh. And this will be a significant moment in the life of this church. And it'll be a place where the Holy Spirit will open the doors and pour his blessings in a marvelous way. That the next decade, the next 25 years will be more fruitful, more abundant in every dimension than before. ഇത് യോങ്കേഴ്സിലുള്ള IPCയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ട്. ആ സഭയിൽ ഞാൻ പലതവണ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. പാസ്റ്റർ ജോസഫ് വില്യംസിന്റെ നേതൃത്വത്തിൽ ആ സഭ കഴിഞ്ഞ 25 വർഷങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അവരൊരു സ്തോത്ര ശുശ്രൂഷ നടത്തിയപ്പോഴാണ് ഈ ചടങ്ങ് പാസ്റ്റർ വത്സൻ എബ്രഹാം നടത്തുന്നത്. പാസ്റ്റർ വത്സൻ എബ്രഹാം ഈ ചടങ്ങ് നടത്തുമ്പോൾ അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് അനോയിന്റിങ് ഓയിൽ എടുത്ത് ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഈ അനോയിന്റിങ് ഓയിൽ എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് ലഭിച്ചു? IPCക്ക് അങ്ങനെ ഒരു അനോയിന്റിങ് ഓയിൽ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ ആ അനോയിന്റിങ് ഓയിൽ പഴയ നിയമത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മോശയ്ക്ക് കൊടുത്ത കൽപ്പന പ്രകാരം വഴനത്തൊലിയും സുഗന്ധ ലവംഗവും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തതായിരിക്കണം. അങ്ങനെ എവിടെയെങ്കിലും IPCയിൽ ഒരു തൈലം ഉണ്ടാക്കുന്ന ശുശ്രൂഷ നടന്നതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ദൈവവചന പ്രകാരം തെറ്റായ ഒരു കാര്യമാണ് പാസ്റ്റർ വത്സൻ എബ്രഹാം അവിടെ ചെയ്തത്. ഈ സമീപകാലത്ത് ജോസഫ് വില്യംസിനോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു മനസ്സറിവും ഉണ്ടായിരുന്നില്ല. അന്നത്തെ സഭയുടെ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ പാസ്റ്റർ വത്സൻ എബ്രഹാമിനെ ഈ ചടങ്ങിലേക്ക് മുഖ്യ അതിഥിയായി ക്ഷണിച്ചു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ടുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ തൈലക്കുപ്പി എടുത്ത് അനോയിന്റ് ചെയ്യുകയായിരുന്നു. ആ ചടങ്ങിന്റെ അല്ലെങ്കിൽ ആ മീറ്റിംഗ് ഭംഗിയായി പൂർത്തീകരിക്കപ്പെടേണ്ടത് കൊണ്ടും അവിടെ ഞാൻ അതിനെതിരെ നിൽക്കുന്നത് ആ ചടങ്ങും ശുശ്രൂഷയും അലങ്കോലപ്പെടുന്നതിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിന് വിഘാതം സൃഷ്ടിച്ചില്ല. ഞാൻ അവിടെ അതിനുവേണ്ടി നിന്നു കൊടുക്കുകയായിരുന്നു. എന്നാൽ എനിക്ക് അതിനോട് ഒരു യോജിപ്പുമില്ല. തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തനിക്കുണ്ട്. ഇനി മറ്റൊരു വ്യക്തിയുടെ തൈലാഭിഷേകത്തിന്റെ ആവശ്യം തനിക്കില്ല. കഴിഞ്ഞ 25 വർഷത്തിലധികമായി താൻ ശുശ്രൂഷ രംഗത്താണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ പാസ്റ്റർ വത്സൻ എബ്രഹാം ചെയ്തത് കൃത്യമായും ദൈവവചന വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ഞാനും ഉറപ്പിച്ചു പറയുന്നു. നമ്മൾക്ക് ദൈവവചനത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാനാണ് സഭ തയ്യാറാകേണ്ടത്. അതിനപ്പുറത്തുള്ള ശുശ്രൂഷാപരമായ കാര്യങ്ങൾ, ചടങ്ങുകളൊക്കെ ഇതിനകത്ത് കൂട്ടിക്കലർത്തുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, നടത്താവുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ സങ്കീർണമാക്കി ജനത്തിന്റെ മുൻപിൽ വലിയ ചടങ്ങുകളാക്കി മാറ്റുന്നത് ദൈവവചനത്തിന് ചേർന്നതല്ല. അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ പിതാക്കന്മാർ ചെയ്തത്. അതുകൊണ്ട് ആ മാതൃകയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അഭിഷിക്തൻ ആരാണ്, അഭിഷേകം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.